കച്ചവടത്തിന് വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നവനാരാണ്? അവൻ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. ബിസിനസിന്റെ ആവശ്യമാണ്, കടയിൽ നിന്ന് പോന്നാൽ ബിസിനസ് അവതാളത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കച്ചവടത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ലാ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ നാളെ ആഖിറത്തിലേക്ക് വരുന്നത് ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. ആ സമയത്ത് മുഅ്മിനീങ്ങൾ വരുന്നതോ അക്മലുൽ ബശറായ അഫ്ളലുൽ ബശറായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റസൂലുള്ളാഹിന്റെ കൂടെ അവിടുത്തെ കൈപിടിച്ചിങ്ങനെ വരുമ്പോ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നത് എത്രമാത്രം ശാപമുള്ള കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ. ഇനി അടുത്തൊരു വിഭാഗത്തെ കുറിച്ച് പറയാണ്. രണ്ടാമതാരെന്നറിയോ? അധികാരത്തിന് വേണ്ടി നിസ്കാരത്തെ ഉപേക്ഷിച്ചവനുണ്ടല്ലോ, അവൻ നാളെ ഫിർഔനിന്റെ കൂടെയാണ്. ഫിർഔൻ ഈ ഭൂമിയിൽ കാണിച്ചത് അധികാരത്തിന് വേണ്ടിയാണ്. അവന്റെ അധികാരം നഷ്ടപ്പെടുന്നതിനു വേണ്ടി എല്ലാ കുട്ടികളെയും കൊല ചെയ്യപ്പെടുത്തിട്ടവനാണ്. ആ ഫിർഔനിന്റെ കൂടെയാണ്. അധികാരത്തിന്റെ പേരും പറഞ്ഞ് ഞാൻ കുടുംബത്തിന്റെ ഗൃഹനാഥനാണ്, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ MLA ആണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ പഞ്ചായത്തിന്റെ മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഫിർഔനിന്റെ കൂടെയാണ്. ഇനി സമ്പത്തിന് വേണ്ടി നിസ്കാരത്തെ ഉപേക്ഷിച്ചവനുണ്ട്. ജോലി തിരക്കാണ്, ജോലിയുടെ ഇടയിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല, ജോലിയുടെ ഇടയിൽ നിസ്കാരം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത്ര വലിയ പ്രഷറാണ്, ശരീരത്തിലാകെ ചളിയാണ്, ശരീരത്തിലാകെ നജസാണ്. ഉമ്മമാരെ വീട്ടുജോലിയുടെ പേരും പറഞ്ഞുകൊണ്ട് അതേ കുളിക്കാറ് നിസ്കരിച്ചാൽ റാഹത്തില്ല എന്ന ചെറിയ ന്യായം പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെ ഒഴിവാക്കിയാൽ നാളെ ഖാറൂനിന്റെ കൂടെയാണ്. അതേ ജനങ്ങൾക്കിടയിൽ നേതാവാകുന്നതിനു വേണ്ടി, ഞാൻ വലിയ ആളാകുന്നതിനു വേണ്ടി, ഞാൻ വലിയ ആരൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ ഹാമാനിന്റെ കൂടെയാണ്.